ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ ഈ ചർച്ചയിൽ താങ്കളോടൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപേ നമ്മൾ മുൻപ് നടത്തിയ ചർച്ചയിലേക്ക് ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. അന്ന് ഞാൻ അഡ്മിറ്റ് ആ സമയത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞൊരു വാദമുണ്ട്, താങ്കൾ ഉന്നയിച്ചൊരു വാദമുണ്ട്. ഇപ്പോൾ തന്ത്രിയെ ഇതിലെ ഈ കേസുമായി ബന്ധപ്പെടുത്തുന്ന എന്ത് തെളിവുകളാണ് കിട്ടിയിട്ടുള്ളത്, ഇതെങ്ങനെയാണ് കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നടത്തിയിരിക്കുന്നത് എന്ന ഒരുപാട് കാര്യങ്ങൾ അന്ന് താങ്കൾ ആ ചർച്ചയിൽ അവതരിപ്പിച്ചു. ഇന്നിപ്പോൾ ഈ ജാമ്യ ഉത്തരവ് പുറത്തു വരുമ്പോൾ അതിൽ പറയുന്നതും ഇതിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്താവുന്നതോ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് തെളിയിക്കാവുന്നതോ ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതോ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിലോ ഒന്നും തന്ത്രിയുടെ കുറ്റകരമായ ഇടപെടൽ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ അറസ്റ്റ് കൊണ്ട് SIT എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ശ്രീ ഗോപികൃഷ്ണൻ ആദ്യം തന്നെ മുമ്പ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അങ്ങ് അക്നോളജ് ചെയ്ത് അങ്ങയുടെ നന്മയാണ്. ആ നന്മയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. ഇത് തന്ത്രിയെക്കുറിച്ച് SIT ഇറക്കിയ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തൊരു വാർത്തയാണ്. ദൂരെ നിന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ല. തന്ത്രിക്ക് നേരിട്ട് പങ്ക്, ദ്വാരപാലക ശില്പ കേസിലും കട്ടിള കേസിലും തന്ത്രി നേരിട്ട് പങ്ക് കൊള്ള ഭാഗികമായി സമ്മതിച്ചു. നമ്മുടെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും കൊടുത്ത വാർത്തകളിലൊന്നാണ്. ഇത്തരം കാര്യങ്ങളടക്കം SIT ചോർത്തി നമ്മുടെ മീഡിയയെ കൊണ്ട് ചെയ്യിക്കുന്നത് നിങ്ങൾ മീഡിയക്കാരെ മനസ്സിലാക്കണം. നിങ്ങൾ മീഡിയക്കാരെ പറ്റിക്കാൻ കൂടി വേണ്ടിയാണ്. അവിടെ ഇരിക്കുന്ന പോലീസുകാർ, SITക്കാർ നിങ്ങൾ മീഡിയക്കാരെ ദുരുപയോഗം ചെയ്ത് അവരുടെ നറേറ്റീവിന് സ്വീകാര്യത കിട്ടാനും അവരുടെ കേസിന് ശക്തി കിട്ടാനും മുഖ്യധാരാ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ശബരിമല തന്ത്രി ഭാഗികമായി കുറ്റം സമ്മതിച്ചു എന്ന് മുഖ്യധാരാ മാധ്യമങ്ങളെ കൊണ്ട് വാർത്ത കൊടുപ്പിക്കുന്നത് SITയുടെ ബാഡ് ഇൻറ്റന്റ് ആണ്, മാലഫൈഡ് ഇൻറ്റന്റ് ആണ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം, SITക്ക് ദിശ തെറ്റിയോ എന്ന്. 100% SITക്ക് ദിശ തെറ്റിയിട്ടില്ല. SIT ഉദ്ദേശിച്ച ദിശയിൽ തന്നെയാണ് പോകുന്നത്. അതായത് SIT ഉദ്ദേശിച്ച ദിശ, SIT ചിലപ്പോൾ ഒക്കെ PIT ആയി മാറും, പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറും. ആ PITയുടെ ഭാഗമായി CPMനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ മുനയൊടിക്കാൻ വേണ്ടി വിശ്വാസത്തിന്റെ ഭാഗത്തുള്ള തന്ത്രിയെ കൂടെ കൊടുക്കണം. അതുകൊണ്ട് SITയുടെ ഉദ്ദേശം വിജയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും. ഞാൻ അടക്കമുള്ളവർ അന്ന് പറഞ്ഞ 2 വാദഗതികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ റൈറ്റ് ഉള്ളൂ, അവകാശവും റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. 2, ശബരിമല തന്ത്രി എങ്ങനെയാണ് അവിടെ നിന്ന് 2025 ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 മുൻകൂട്ടി അറിയുന്നത്? ദേവന്റെ അനുമതി വാങ്ങിയില്ല, ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നാണ് SIT ഇതിൽ അറസ്റ്റിലേക്ക് ഗ്രൗണ്ട് കൊണ്ടുവരുന്നത്. പിന്നീട് ഞാൻ അടക്കം ഒന്ന് പകച്ചുപോയി. SITക്കാർ വാജിവാഹനത്തിന്റെ കള്ളക്കഥയുമായി വന്നപ്പോൾ എൻ്റെ സുഹൃത്തും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീജിത്ത് പണിക്കരാണ് ആ വാജിവാഹനത്തിന്റെ കഥ അന്വേഷണ ഏജൻസികൾ, SIT മാത്രമല്ല വ്യത്യസ്ത അന്വേഷണ ഏജൻസികളും വ്യത്യസ്ത മാധ്യമങ്ങളും കൊണ്ടുവന്ന ആ കള്ളക്കഥ പൊളിച്ചത്. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി 5ാം ഇടക്കാല റിപ്പോർട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ കുറുപ്പ് സാറ് കൊടുത്തതിന് ശേഷം തന്ത്രിക്ക് കൊടുത്തുവിട്ട വാജിവാഹനമാണ്. പക്ഷേ തന്ത്രിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ വാജിവാഹനത്തിന്റെ കഥ, ആ വാജിവാഹനത്തിന് 500 കോടി രൂപയായിരുന്ന കഥ, 2.5 കോടി രൂപ തന്ത്രി ഒരു സ്ഥാപനത്തിലിട്ട് ആ സ്ഥാപനം പൊട്ടിപ്പോയിട്ട് തന്ത്രി പരാതി കൊടുത്തില്ല എന്ന കള്ളക്കഥ അടക്കം വന്നു. അവസാനം ആ സ്ഥാപനത്തിലെ ആൾക്കാർ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ അങ്ങനെ തന്ത്രിയുടെ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല എന്ന്. അപ്പൊ SITക്കാർ CPMന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനായി, CPMന് നേരെ ഉയർന്നു വരുന്ന വാദഗതികളുടെ മുനയൊടിക്കാനായി, തന്ത്രിയും ഉണ്ട് എന്ന ധാരണ ജനിപ്പിക്കാനായി ഒരു പൊളിറ്റിക്കൽ ഗെയിം SIT കളിച്ചതാണ്. എനിക്ക് ഒരേ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ. നമ്മുടെ ഹൈക്കോടതിയിലെ ഏറ്റവും പ്രമുഖ ജഡ്ജിമാരായ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും ഇത്തരം കാര്യങ്ങൾ കാണണം. 41 ദിവസം തന്ത്രി കടന്നു. അതായത് നമ്പിനാരായണൻ സാർ എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ 50 ദിവസം ഒരു കള്ളക്കേസിൽ ജയിലിൽ കിടന്നതിന് ശേഷം അയോട്ട് ഓഫ് എവിഡൻസ് പോലും ഇല്ലാതെ, എൻ്റെ വാക്കുകളല്ല, ശ്രീ ഗോപീഷ് അറിയാം, കോടതി വിധിയിലെ വാക്കുകളാണ്, അയോട്ട് ഓഫ് എവിഡൻസ് പോലും ഇല്ലാതെ തന്ത്രി 41 ദിവസം ജയിലിൽ കടന്നു. കേരള രാഷ്ട്രീയത്തിലും കേരള സമൂഹത്തിലും ഇത് ഓർത്തിരിക്കണം. ഞാനൊരു ഗാന്ധിയനാണ്, മതസൗഹാർദ്ദവാദിയാണ്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണ്. പക്ഷേ ഏറ്റവും വിനയത്തോടെ ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു മുസ്ലിം ക്രിസ്ത്യൻ ജനവിശ്വാസത്തിന്റെ വിഭാഗത്തിലെ പുരോഹിതനെ ഇതേപോലെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യുമോ സർക്കാർ? അപ്പോൾ ഹിന്ദു വിശ്വാസങ്ങളുടെ മേൽ കുതിര കയറാൻ ഒരു എളുപ്പമുള്ള സ്പേസ് ഉണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി യുവതീ പ്രവേശനത്തിന് വേണ്ടി എടുത്ത നിലപാട് ശക്തമായി എതിർത്ത വ്യക്തിയാണ് കണ്ഠര് രാജീവര്.
കണ്ഠരര് രാജീവര് പറഞ്ഞു ഇവിടെ യുവതികളെ കയറ്റിയാൽ ഞാൻ നട അടച്ചിട്ട് പോകുമെന്ന്. അന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തന്ത്രിയുടെ കോന്താലയിലല്ല അതിന്റെ കീ എന്നുള്ളത്. എന്തായാലും അതിന്റെ റിസൾട്ട് ഒക്കെ ഇപ്പൊ CPM-കാർ മനസ്സിലാക്കി കാണും, ഏത് ഭാഗത്താണ് ന്യായം ശരിയെന്നുള്ളതൊക്കെ മനസ്സിലാക്കി കാണും. അപ്പോ ഹിന്ദു വിശ്വാസത്തെ, അയ്യപ്പ വിശ്വാസത്തെ, നമ്മുടെ ബഹുസ്വര പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമായ ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയെ കള്ളക്കേസിൽ CPM സർക്കാർ കുടുക്കി എന്ന് ചരിത്രവും കാലവും വിധി എഴുതും. യുവതി പ്രവേശനം ചെയ്തതിന് ശേഷം കയറി ഇറങ്ങി മാപ്പ് പറഞ്ഞതുപോലെ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ CPM-നും ശ്രീ പിണറായി വിജയനും ഇടത് സർക്കാരുകൾക്കും വരുന്ന കാലത്തെ പാർട്ടിക്കും ഇതിന് മാപ്പ് പറയേണ്ടി വരും. എഴുതി വെച്ചോളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.